തന്നെയുണ്ടല്ലോ ഒരു റിബൽ ഫീൽ. പക്ഷെ തഗ് ലൈഫ് അതിനനുയോജ്യമായ റിബൽ കണ്ടന്റ് നൽകിയോ? തഗ് ലൈഫ് ഒരു ഡാർക്ക് അണ്ടർവേൾഡ് ഡ്രാമയാണ്. റിവഞ്ചും പേഴ്സണൽ ലോസ്റ്റും ചേർന്നുള്ള ആഴമുള്ള ഇമോഷണൽക്കിടയിൽ ഹീറോയുടെ പാതയിലൂടെ സിനിമ മുന്നേറുന്നു. കഥയുടെ അടിസ്ഥാനത്തിൽ ഭംഗിയുണ്ടായിരുന്നെങ്കിലും കഥ പറഞ്ഞു വരുന്നതിനുള്ള സ്ക്രീൻ പ്ലേ പൂർണ്ണമായും പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയില്ല. മധ്യഭാഗം മുതൽ സിനിമ താളം തെറ്റുന്നു എന്ന് തോന്നി. ചില സീനുകൾക്ക് ആവർത്തന ബോധവും നൽകുന്നു. അഭിനയ മികവ് നോക്കിയാൽ അശോക് സെൽവൻ സങ്കീർണമായ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ഭാവപ്രകടനം, സൈലന്റ് എക്സ്പ്രഷൻസ്, കൺട്രോൾഡ് അഗ്രഷൻ, വളരെ ഉറച്ച പ്രകടനം കാഴ്ചവെച്ചു. ജോജു ജോർജ് ഒരു തലമുടിയുടെ പിഴയ്ക്കാതെ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നു എന്ത് വേഴ്സറ്റൈൽ നടനാണെന്ന്. കഥാപാത്രത്തിന്റെ അൺപ്രഡിക്റ്റബിലിറ്റി, ഇന്റൻസിറ്റി എല്ലാം അദ്ദേഹം ആവാഹിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സപ്പോർട്ടിംഗ് കാസ്റ്റ് നോക്കിയാൽ ചിലർ ഷൈൻ ചെയ്യുമ്പോൾ ചിലർ ഫീൽ ചെയ്യപ്പെടാതെ പോകുന്നു. അത് സിനിമയുടെ ഗ്രിപ്പിനെ ബാധിച്ചു എന്ന് തോന്നി. സിനിമാറ്റോഗ്രഫി നോക്കിയാൽ മികച്ച വിഷ്വൽ ടോൺ, ലോ ലൈറ്റ് ഫ്രെയിം, സ്റ്റൈലിസ് മൊണ്ടാഷുകൾ എല്ലാം മികച്ചതായി തോന്നി. BGM പ്ലസ് മ്യൂസിക് റിപ്പീറ്റ് വരുന്നത് ഒഴിച്ചാൽ ചിലയിടങ്ങളിൽ വളരെ മികച്ചു നിന്നു. സ്ക്രിപ്റ്റ് ശക്തമല്ലാത്തത് കൊണ്ട് പലപ്പോഴും പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകേണ്ട ഇടങ്ങളിൽ അത് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. തഗ് ലൈഫ് ഒരു മികച്ച ആവിഷ്കാര ശ്രമമായിരുന്നുവെങ്കിലും അതിന്റെ ഭാവങ്ങൾ മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്ന് തോന്നി. നല്ല പ്രകടനങ്ങൾ, സാങ്കേതിക മികവ് എന്നിവ ഉണ്ടെങ്കിലും കടുത്ത സിനിഫയിലാണെങ്കിൽ മാത്രമേ ഈ യാത്ര ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു.